നെക്സ്റ്റ് നോക്കുന്നത് ഫ്രെയിമിൻ്റെ പ്രോബ്ലം ആണ് ബൈ യൂസിങ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ അവിടെ അതുകണക്ക് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഈ മെമ്പറിൽ എ ബിയിൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എം എഫ് എ ബിയും എം എഫ് ബി എയും ഈക്വൽ ടു 0 ആണ്. ഇവിടെ ബി സിയിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് വരും WL/8. അതിന് കറസ്പോണ്ടിങ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്കിവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് ഈ ജോയിൻറ്റിലെ റൊട്ടേഷൻ പോസിബിൾ ആയതുകൊണ്ട് നമ്മളവിടെ R1 മാർക്ക് ചെയ്തു. ഓരോ സ്പാനിലും ഈ 2 എലമെൻ്റൽ കോർഡിനേറ്റ്സ് 1 2 3 4 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വൺ വരേണ്ടത് ലോഡ് മെട്രിക്സ് ആയിരുന്നു. അപ്പം EJL കണ്ടുപിടിക്കുന്നു. ഇവിടെ രണ്ടും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് 0 ആയിരുന്നു. ഇവിടെ 4.5 4.5 അതിൻ്റെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്തു. ഇത് രണ്ടിൻ്റെയും കൂടി സമ്മേഷൻ ആണ് നമുക്ക് അനാലിസിസിൽ വരുന്നത്. അപ്പം R1ഉം ഇതും ആ വാല്യൂ നമ്മൾ 4.5 മാർക്ക് ചെയ്തു. ഇനി അതുകൊണ്ടൊക്കെ തന്നെ ഈ ഓരോ എലമെൻസിൻ്റെയും ഓരോ സ്പാനിൻ്റെയും K മെട്രിക്സ് എഴുതുക, ടോട്ടൽ K എഴുതുക ആസ് ഡയഗണൽ മെട്രിക്സ്. പിന്നെ ബീറ്റ വേണം. ബീറ്റ വേണ്ടുന്നതും R1 1 കൊടുക്കുമ്പോൾ ആണ് നമുക്ക് ബീറ്റ വാല്യൂ വേണ്ടത്. അപ്പോൾ R1 1 കൊടുക്കുമ്പോൾ എന്തായാലും ഫസ്റ്റ് എലമെൻറ്റും ഫോർത്ത് എലമെൻറ്റും 0 ആയിരിക്കും. സെക്കൻഡ് ആൻഡ് തേർഡിൽ എന്ത് വരും? 1 വരും. റൊട്ടേഷൻ അല്ലേ അവിടെ വരുന്നത്. അപ്പം ഈ 2ലും 1 വരും, 3ലും 1 വരും. ബാക്കിയെല്ലാം ബീമിലെ യൂഷ്വൽ സ്റ്റെപ്സ് പോലെ തന്നെ K കണ്ടുപിടിക്കണം ബൈ യൂസിങ് ദ ഇക്വേഷൻ ബീറ്റ ട്രാൻസ്പോസ് K ബീറ്റ. ബീറ്റയുടെ ട്രാൻസ്പോസ് എഴുതുക, അതിനെ K ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ബീറ്റ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത K കിട്ടിക്കഴിഞ്ഞാൽ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് ഈ Kയുടെ ഇൻവേഴ്സ് ഇൻറ്റു ലോഡ് മെട്രിക്സ് P ആണ് വരുന്നത്. പിന്നെ 6 കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ Q എന്ന് പറയുന്നത് K ഇൻറ്റു നേരത്തെ കിട്ടിയ K ഇൻറ്റു ബീറ്റ ഇൻറ്റു 6. അതാണ് നമ്മുടെ ഫോഴ്സ് മെട്രിക്സ്. പിന്നെ ആ ഫോഴ്സ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോഴ്സ് മെട്രിക്സെ പ്ലസ് FEM ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ മൊമെൻറ്റ് കിട്ടും.